അസൗകര്യമുള്ള ഒരു കാര്യത്തിലും ഒരു വിശദീകരണവും നൽകാൻ തയ്യാറാകാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. അതിപ്പോൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ കഴിഞ്ഞ 10-12 വർഷമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണകക്ഷിക്കോ പ്രധാനമന്ത്രിക്കോ അസൗകര്യം ഉളവാക്കുന്ന യാതൊരു കാര്യവും അവിടെ പരാമർശിക്കപ്പെടില്ല, അവിടെ ചർച്ചയും നടക്കില്ല. അയോധ്യ അവിടെ ചർച്ച ചെയ്യണം എന്ന് ബലമായി ആവശ്യപ്പെട്ട് ആ ആവശ്യം നിറവേറ്റിയെടുക്കാനുള്ള പ്രാപ്തി പ്രതിപക്ഷത്തിന് ഉണ്ടോ എന്ന് ചോദ്യം കൂടി ചോദിക്കണ്ടേ? അങ്ങനെ ഒരു പ്രാപ്തിയുള്ള പ്രതിപക്ഷമല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് രാജ്യത്തെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് അയോധ്യയിൽ മാത്രമായി പരിമിതപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ വിദ്യാർത്ഥികളുടെ പ്രശ്നമുണ്ട്, യുവജനങ്ങളുടെ പ്രശ്നമുണ്ട്, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്നതിനുള്ള ഒരു സ്പേസ്, ഒരു ടൈം, അത് കണ്ടെത്തുന്നതിനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. അത് അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെല്ലാം അംഗീകരിക്കുന്ന ഭരണകൂടമല്ല ഇന്നുള്ളത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഈ വിഷയങ്ങൾ ഏത് രീതിയിലാണെങ്കിലും അവിടെ ഉന്നയിക്കാൻ ശ്രമിക്കുകയെങ്കിലും വേണം. ആ ശ്രമത്തിനുള്ള സൗകര്യം, അതിനുള്ള ഒരു ഐക്യബോധം, ഏകത, അത് ഇന്നത്തെ പ്രതിപക്ഷത്തിന് ഉണ്ടോ എന്ന ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതാണ്. ശരി, അങ്ങയുടെ ഉത്തരം മുഴുവൻ ഞാൻ കേട്ടു. ഇനി ഞാൻ ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതിന് പിന്നിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ യോഗി മോദി പോര്, അത് പരസ്യമായ ഒരു പോരിലേക്ക് നീങ്ങിയില്ല എങ്കിലും ഈ BJP-കത്തെ ഒരു ആഭ്യന്തര രാഷ്ട്രീയം അതുകൂടി ഇപ്പോഴത്തെ ഈ അയോധ്യക്കുള്ള വിവാദത്തിന് കാരണമായിട്ടുണ്ടാകും എന്നങ്ങ് പറയാൻ കഴിയുമോ? അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഊഹിച്ച് പറയാം. ഇപ്പോൾ ഈ വിഷയത്തിൽ യോഗി ആദിത്യനാഥിനെ രക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ എംബാരസ് ചെയ്യുന്നതിനോ വേണ്ടിയുള്ള ശ്രമമുണ്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിരീക്ഷിച്ച കാര്യങ്ങളിൽ അതൊന്നും വന്നിട്ടില്ല. അവിടെ നാളെ പാർലമെൻറ്റിൽ സമ്മേളിക്കട്ടെ. അവിടെ പ്രതിപക്ഷത്തിൻ്റെ ആ ശ്രമം എത്രമാത്രം വിജയകരമാകും എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കുറേ കൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരുമായിരിക്കും.